മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് നമ്മൾ കടക്കുന്നു. കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും ഗൃഹനാഥൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. അയ്യമ്പുഴ പോർക്കുന്നിലെ ആന്റുവിന്റെ നേരെയാണ് കാട്ടാന പാഞ്ഞെടുത്തത്. കാട്ടാനയെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമത്തിനിടെയാണ് സംഭവം. CCTV ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു. മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു. ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം. രാത്രിയിലായിരുന്നു ഈ സംഭവം. കാട്ടാന വരുന്നുണ്ട്. ദാ നോക്കൂ, പാഞ്ഞു വരുന്ന വരവ് നോക്കൂ. കാട്ടാന. ഗൃഹനാഥൻ അവിടെ നിന്ന് കാട്ടാനയെ തുരത്താനൊരു ശ്രമം നടത്തുന്നു. ടോർച്ചൊക്കെ അടിക്കുന്നുണ്ട്. ആ സമയത്ത് കാട്ടാന പാഞ്ഞു വരികയാണ്. ഗൃഹനാഥൻ വീടിനുള്ളിലേക്ക് അങ്ങ് കയറി. അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ആ പരിസരത്തൊക്കെ കാട്ടാനയുണ്ട്. നമുക്ക് വീടിൻ്റെ തൊട്ട് മുന്നിലൂടെയാണ്. ആ ഓടുന്ന വഴിക്കെങ്ങാനും കാല് തെറ്റിയിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക അല്ലേ? തലനാരിഴയ്ക്കാണ് ഗൃഹനാഥൻ രക്ഷപ്പെട്ടത്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? രാത്രിയിൽ ആന വന്നിങ്ങനെ നിൽക്കുമ്പം നിർത്താതിരിക്കാൻ പറ്റൂ? കയ്യിലൊരു ടോർച്ചുമായിട്ട് പാവപ്പെട്ട ആ മനുഷ്യൻ പോയി ആനയെ ഇങ്ങനെ ടോർച്ചടിച്ച് ഓടിക്കാൻ നോക്കി. ആന ടോർച്ചും കൂടെ കണ്ടതോടുകൂടി ആ ഭാഗത്തേക്ക് പാഞ്ഞു വന്നു. സജു ദേവസ്യയുണ്ട്. സജു ദേവസ്യ, അത്ഭുതകരമായ രക്ഷപ്പെടലാണ്. കാലങ്ങാട് ഒന്ന് വഴിക്ക് വീണിരുന്നെങ്കിൽ തീർന്നേനെ. എന്തായാലും ഇത് രണ്ടാം ജന്മമാണ് ആ ഗൃഹനാഥനെ സംബന്ധിച്ചിടത്തോളം. ഈ ഭാഗത്തൊക്കെ വലിയ ആനശല്യമാണ് അല്ലേ സജു ദേവസ്യ? ഡോക്ടർ അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. വല്ലാത്തൊരു ആശങ്കപ്പെടുത്തുന്ന CCTV ദൃശ്യങ്ങളാണത്. ഞാനിപ്പോൾ അവിടുത്തെ ഈ പോർക്കുന്നുപാറയിൽ, അയ്യമ്പുഴ പഞ്ചായത്തിലെ പോർക്കുന്നുപാറയിലെ പഞ്ചായത്ത് അംഗവുമായി സംസാരിക്കുകയായിരുന്നു. ആ മേഖലയിൽ സ്ഥിരമായി ഇത്തരം പ്രശ്നങ്ങളുണ്ട്. വലിയ ആശങ്ക ആ ദൃശ്യങ്ങൾ ആ മെമ്പർ തന്നെ പറയുകയായിരുന്നു. ആ ഓടുന്ന വഴിക്ക് ഒന്ന് വീണിരുന്നെങ്കിൽ, നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ച അതേ കാര്യമാണ് പറഞ്ഞത്, എന്ത് സംഭവിച്ചേനെ എന്ന വല്ലാത്തൊരു ആശങ്കയാണ് അവർ പങ്കുവച്ചത്. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ഈ ആതിരപ്പള്ളി മേഖലയിൽ നിന്ന് സ്പെഷ്യൽ ഡ്രൈവ് അവിടെ നടക്കുന്നുണ്ട്. പ്ലാന്റേഷൻ മേഖലയിലേക്ക് തുരത്തുന്നുണ്ട് കാട്ടാനകളെ. പക്ഷെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, നേരെ മറുവശത്ത് എറണാകുളം ജില്ലയിലെ അയ്യമ്പുഴ മേഖലയിലേക്ക് കാട്ടാനകൾ എത്തുകയാണ്. കൂട്ടത്തോടെയും ഒറ്റയാനായിട്ടും ഒക്കെ ഈ ജനവാസ മേഖലയിലേക്ക് വരുന്നു. വലിയ കൃഷിനാശം ഉണ്ടാകുന്നു. ഈ ദൃശ്യങ്ങളുള്ളത് വെള്ളിയാഴ്ചത്തെ ദൃശ്യമാണ്. അതിലൊരു രാത്രിയിലാണ്. അപ്പോൾ കാട്ടാനയുടെ സാന്നിധ്യോടെ മനസ്സിലാക്കി മൂലനാൻഡു എന്ന് പറയുന്ന ആളാണ്, പോർക്കുന്നുപാറയിൽ താമസിക്കുന്ന ആളാണ്. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി ടോർച്ച് ലൈറ്റൊക്കെ തെളിച്ച് ശബ്ദം ഉണ്ടാക്കിയാൽ പിന്തിരിഞ്ഞു പോകും എന്ന് കരുതിയാണ്. കാരണം വ്യാപക കൃഷിനാശമുണ്ട്. അപ്പോൾ ഒന്ന് ശ്രമിച്ചു നോക്കിയതാണ്. പക്ഷേ അതിനിടയിൽ സംഭവിക്കുന്നതാണ് ഈ ദൃശ്യങ്ങളിലുള്ളത്. അങ്ങനെ ജീവൻ കയ്യിൽ പിടിച്ച് താമസിക്കേണ്ട അല്ലെങ്കിൽ ജീവിക്കേണ്ട, ഉയിര് പേടിച്ച് കഴിയേണ്ട സാഹചര്യം അവിടെ ഉണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതായത് ഇതിനൊരു ഏതെങ്കിലും ഒരു മേഖലയിൽ നിന്നും തുരത്തിയാൽ മറുഭാഗത്തെ ഇമ്പാക്റ്റ് എന്താണെന്നത് കൂടി പരിശോധിക്കണമെന്നൊരു അഭ്യർത്ഥനയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ മേഖലയിലേക്ക് വരുമ്പോൾ അവിടെ ജനവാസ മേഖലയാണ്, വ്യാപകമായ കൃഷിയിടങ്ങളുണ്ട്, വലിയ തോതിൽ കൃഷിനാശമുണ്ട് എന്ന് അവിടുത്തെ മെമ്പർ തന്നെ പറയുന്നു. വ്യാപകമായ നാശനഷ്ടം ഉണ്ടാകുന്നു. ആളുകളെ സംബന്ധിച്ച് രാത്രിയായാൽ പുറത്തിറങ്ങാൻ ഭയമുണ്ടാകുന്നു. ഏതെങ്കിലും നിലയ്ക്ക് ശബ്ദം ഇപ്പോൾ ഒന്ന് പിന്തിരിപ്പിച്ചേക്കാമെന്ന് അദ്ദേഹം കരുതിയതാണ്. പക്ഷേ തലനാരിഴയ്ക്കാണ്. ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. മറ്റൊന്നും സംഭവിച്ചില്ല. മഴയൊക്കെ പെയ്ത് തെറ്റിക്കിടക്കുകയാണ് എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ പോർക്കുന്നുപാറ, അയ്യമ്പുഴ ഉൾപ്പെടുന്ന, അതുപോലെ ഒലിവ് മൗണ്ട് ഉൾപ്പെടുന്ന മേഖല, നേരെ എതിർഭാഗത്ത് തൃശ്ശൂർ ജില്ലയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആതിരപ്പള്ളിയുടെ മറുഭാഗത്തും സമാന രൂപത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതാണ് ഈ മേഖല കേന്ദ്രീകരിച്ച്. അതായത് ഈ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റിന്റെ പല ഭാഗങ്ങളുണ്ടല്ലോ, വല്ലാത്ത അവസ്ഥകളുടെ ഒരു കാഴ്ചയാണ്. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ സജോയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അത് അത്ഭുതകരമായ ഒരു രക്ഷപ്പെടലാണ് അല്ലേ? ആനയൊക്കെ ഇങ്ങനെ രാത്രി നമ്മുടെയൊക്കെ വീടിൻ്റെ മുന്നിൽ വന്ന് നിന്നാൽ നമ്മൾ എന്താ ചെയ്യുക അല്ലേ? ഒരു പൂച്ചയോ പട്ടയൊക്കെ ആണെങ്കിൽ കല്ലെടുത്ത് ഓടിക്കാം. ആനയാണെങ്കിലും ഇത് എങ്ങോട്ട് പോകും, എങ്ങോട്ട് വരും എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും ആനശല്യം ഉണ്ട് എന്നുള്ളതാണ്. മുറ്റത്തിറങ്ങിയാൽ ആന അല്ലെങ്കിൽ കടുവ എന്ന അവസ്ഥയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്.